ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദേ ഈ വീടൊന്ന് നോക്കി. ഗ്രാൻഡ് ഒരു വീടാണ്ട, അധികം താമസിക്കാത്ത വീടാണ്. കാരണം ഇതിൻ്റെ ഓണർ വേറെ നാട്ടിലാണ് ജോലി. അപ്പോൾ അവിടെയാണ് ഇവർ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഈ വീട് പൂട്ടിയിട്ടേക്കണാണ്. അത് കാരണമാണ് ഈ വീട് കൊടുക്കാമെന്ന് വെച്ചാൽ. ഇതിന് അധികം പഴക്കമില്ലാത്ത വീടുണ്ട്. കണ്ട പുത്തുപുത്തം പോലെ തന്നെ ഇരിക്കണം ഇപ്പോഴും. സ്വന്തം ആവശ്യത്തിന് പണിത വീടാണ്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. കണ്ടാ മുറ്റത്ത് മാവൊക്കെ നിൽക്കണ പടന്ന് പന്തലിച്ച്. കാരണം ഇതിൻ്റെ ഓണറുടെ അപ്പനെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. കാരണം മുറ്റത്ത് തന്നെ വറ്റാത്ത കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോന് വേണ്ടി പണിത് കാരണം നല്ല ഗ്രാൻഡായിട്ട് പണിത വീടാണ്. CCTV കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സൗകര്യമുള്ള വീടുണ്ടോ. CCTV ഉണ്ടോ. ചുറ്റിനുള്ള വീടുകളൊക്കെ നോക്കി, എല്ലാം നല്ല പോഷ് വീടുകളാണ്. അതായത് നല്ല അയൽവക്കവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. തൊട്ട് സൈഡിലൊക്കെ വീടുണ്ട്. ഇത് കാർ പോർച്ച്, 2 കാറ് സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യുക. അല്ലാതെ തന്നെ മുറ്റത്ത് കണ്ടില്ലേ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വലിയൊരു സിറ്റ് ഔട്ട് ഉണ്ട് ഈ വീടിന്. കണ്ട എന്താ ഒരു ഏരിയ. അവിടെ ഒരു ജീപ്പ് കിടന്നിട്ടുണ്ട, ആനവായിൽ അമ്പഴങ്ങ പോലെ കിടക്കണേ. കാരണം അത്രയും മുറ്റമുണ്ട്. മുറ്റമൊക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കാരണം ഇവർക്ക് സ്വന്തമായിട്ട് കൺസ്ട്രക്ഷനുള്ള കാരണം ഇവർ നല്ല പണിക്കാരെ കൊണ്ടുവന്ന് പണിയിപ്പിച്ചാണ്. കട്ടളയൊക്കെ കണ്ട എന്താ ഒരു വർക്കെന്ന് നോക്കി. കട്ടളയൊക്കെ കൊത്തുപണിയും കാര്യങ്ങളും എല്ലാം ഫുൾ തേക്കിലാണ്ട. കാരണം സ്വന്തം മോന് വേണ്ടി പണിത് കാരണം ഒന്നിലൊരു കുറവും വരുത്തിയിട്ടില്ല. നിങ്ങൾ ഈ വീടൊന്ന് കണ്ടു നോക്കിക്കോ, എന്താ ഒരു ലുക്ക്. കണ്ട മുകളിലൊരു നിങ്ങളുടെ താഴത്തോട്ട് നോക്കാനൊക്കെ പറ്റുന്നൊരു സെറ്റപ്പ്. ഇതാണ് ലിവിങ് ഏരിയ വന്നത്. ലിവിങ് ഏരിയയുടെയൊക്കെ ഒരു ലുക്ക് നിങ്ങൾ നോക്കി. എന്താ എല്ലാം പക്കാ ഗ്രാൻഡാണ്. നിങ്ങൾ വന്ന് നേരിട്ട് കാണണം, ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. കാരണം ഇവരതുപോലെ, കാരണം എനിക്ക് എന്ത് പറയണമെന്നല്ല, പറഞ്ഞു കഴിയുമ്പോഴൊക്കെ ആൾക്കാർ കമൻ്റ് ഇടും ഭയങ്കര ഓവറായെന്നൊക്കെ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയാണ്ടിരിക്കും. കാരണം ഇത് നിങ്ങൾക്കും മനസ്സിലാകണ്ടേ. കുറേ അറിവുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷേ ഇല്ലാത്തവരും ഇല്ല. അവരോടൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ. വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ കണ്ട എന്താ ഒരു ഭംഗി. ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാട്ടാ. എൻ്റെ കിച്ചൺ നോക്കി നിങ്ങൾ, ഓപ്പൺ കിച്ചണാണ്ട് കൊടുത്തേക്കണം. അതും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ. എന്താ ഒരു ഭംഗിയല്ലേ. സെക്കൻഡ് കിച്ചൺ നിങ്ങളുടെ എന്താ വർക്കിംഗ് സ്പേസ് തന്നെ നല്ലൊരു ഏരിയയാണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് വെറുതെ ഇങ്ങനെ ഇട്ടേക്കണേ. കാരണം ഇതിലൊന്നും ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഇവരവിടെ താമസമില്ല, വീട്ടിൽ കയറി താമസം കഴിഞ്ഞ് ജോലിക്ക് പോയി. കാരണം ഫാമിലിയായിട്ട് അവിടെ തന്നെയാണ് താമസം. അപ്പോൾ അത് കാരണം ഇത് പൂട്ടിയിട്ടേക്കണേ. ഒരു ബെഡ്റൂമായിട്ട് കാണാം നമുക്ക്. എന്നാലും ഇവിടുത്തെ ആ ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണ്. ഉണ്ടോ കബോർഡ് കാര്യങ്ങൾ, ഡ്രസ്സിങ് ടേബിള്, ഇത് ബാത്റൂമൊക്കെ നിങ്ങൾ നോക്കി. എന്താ ഒരു ഗ്രാൻഡ് ബാത്റൂം നോക്കി. ഇതൊക്കെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ വീടിന് ആകെ ഉള്ളത് എൻ്റെ 3 വർഷം ആകണേ ഉള്ളൂ വീട് പണിതിട്ട്. പക്ഷെ 3 വർഷമായെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് ഒരു 6 മാസം പോലും താമസിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇവരിവിടെ താമസമില്ലാത്ത കാരണമാണ്. ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട്. വേണ്ട ഇൻവെർട്ടർ, അതിൻ്റെ ബാറ്ററി വേണ്ട, ആ ബാറ്ററിയൊക്കെ കവറും കൂടി അവിടെ തന്നെ ഇരിക്കുകയാണ്. അതിന് പോലും ഒരു അഴുക്ക് പിടിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇത് 2ാമത്തെ ബെഡ്റൂം, താഴത്തെ നിലയിൽ 2ാമത്തെ ബെഡ്റൂം എല്ലാവരും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിനും കബോർഡ് കാര്യങ്ങൾ, ഡ്രസ്സിങ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വീട്ടിൽ എന്തൊക്കെ സൗകര്യം വേണം അതെല്ലാം ഈ വീട്ടിലുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ബാത്റൂം ഇപ്പം നമ്മൾ 2 ബെഡ്റൂമും അതിൻ്റെ ബാത്റൂമും കണ്ട്. അതിൻ്റെ കൊച്ചിനുള്ള
കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെയാണ്. കാരണം അവരിപ്പോൾ ഇടുക്കിയിലും കണ്ടോട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യണം. ഇപ്പോൾ അവിടെയാണ് താമസം. പുള്ളി ബാങ്ക് മാനേജറാണ് അതിൻ്റെ ഓണർ. അപ്പോൾ അവിടെ തന്നെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് താമസിക്കുന്നത്. ഇതേ ഡൈനിങ് ടേബിളൊക്കെ കണ്ട, അതിൻ്റെ വാഷ് ബേസിൻ കൗണ്ടറും കണ്ടില്ലേ. ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ മാള അന്നമനട ഉണ്ട്. തൃശ്ശൂർ ജില്ലയിൽ അന്നമനടയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ. 16 സെൻറ്റ് സ്ഥലത്ത് 2850 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ട്. ഈ വീടിൻ്റെ പഴക്കവും ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ, കാരണം ഉപയോഗിക്കാത്ത വീടാണ്. അതും ഇത്രയും അവർ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ഇല്ലാണ്ട് അത്രയും ഗ്രാൻഡായിട്ട് ഇതിൻ്റെ ഓണറുടെ അച്ഛനപ്പൻ നിന്ന് പണിയിപ്പിച്ച വീടാണ്. കാരണം പുള്ളിയുടെ അതിൽ ഏറ്റവും നല്ല പണിക്കാരെ കൊണ്ട്, സെലക്റ്റീവായിട്ടുള്ള പണിക്കാരെ കൊണ്ട് പുള്ളി പണിയിപ്പിച്ചൊരു വീടാണിത്. അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഈ വീട്ടിൽ എവിടെ നോക്കിയാലും കാണുകയും ചെയ്യാം. കാരണം നമ്മൾ നമുക്ക് വേണ്ടി പണിയുമ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനിയും കൂടി ഉണ്ടെങ്കിൽ 3ാമത്തെ ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം, നമ്മൾക്കുള്ളതിൽ ഏറ്റവും നല്ല പണിക്കാരെ വെച്ചിട്ടാണ് നമ്മൾ പണിയുള്ളൂ. ഏറ്റവും വിദഗ്ധനായ പണിക്കാരെ കൊണ്ട് നമുക്കറിയാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടെങ്കിൽ ഏതൊക്കെ പണിക്കാരാണ് നല്ല അഗ്രഗണ്യന്മാരെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവരെ മാത്രം സെലക്ട് ചെയ്തിട്ട് പണിയിപ്പിച്ചൊരു വീടാണ്. അതിൻ്റെ ഒരു വാതിലിൻ്റെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ഉണ്ട, ആര് വന്ന് കണ്ടാലും ഒന്ന് നോക്കി നിന്ന് പോവും. അതുപോലെയാണ്. ഇവരുടെ നാട് കോലഞ്ചേരിയാണ്. കോലഞ്ചേരിയിൽ നിന്ന് 60 കിലോമീറ്റർ ഉണ്ട് ഇങ്ങാട്. എല്ലാ ദിവസവും അവിടെ നിന്നുള്ള പണിക്കാരെ രാവിലെ ഇവിടെ വണ്ടിക്ക് കൊണ്ടുവന്ന് പണിയിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. കാരണം അത്രയും നല്ല പണിക്കാരെ കൊണ്ടാണ്. ബാൽക്കണിയൊക്കെ ഉണ്ടല്ലോ, ബാൽക്കണിയൊക്കെ വലിപ്പം കണ്ട, അത്രയും നല്ല പണിക്കാരെ കൊണ്ടാണ് ഈ വീട് ഫിനിഷ് ചെയ്യിച്ചത്. അതാണ് ഞാൻ ക്വാളിറ്റിയുടെ കാര്യം എടുത്തു പറയണത്. അപ്പോൾ ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,40,00,000 രൂപയാണ്. എല്ലാ ഐറ്റംസും അടക്കം 1,40,00,000 രൂപ. ഇത് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വീട് വന്ന് കാണാം, നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റും. കാരണം ഇത് എല്ലാവർക്കും ഒന്നും കൊടുക്കാനൊരു താല്പര്യമില്ല. എന്നാലും കാരണം ഇവർക്ക് ഇവിടെ താമസമില്ല, വെറുതെ പൂട്ടിയിട്ട വീട് മോശമായി പോകുമല്ലോ. കാരണം അവർ ഇതൊന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ 60 കിലോമീറ്റർ അപ്പുറന്ന് വരണം. അപ്പോൾ അങ്ങനെ വന്ന് നോക്കാനൊന്നും പറ്റില്ല. ഇതേ ബാത്റൂം, അതിൻ്റെ ഒരു കോമൺ ബാത്റൂം പുറത്ത് കൊടുത്തിട്ടുണ്ട്. ആ കോമൺ ബാത്റൂമിൻ്റെ തന്നെ ഒരു ഭംഗി നോക്കി. ബാത്റൂമൊക്കെ എല്ലാം നല്ല സൗകര്യങ്ങളാണ്. 4 ബെഡ്റൂം, 4 ബാത്റൂം. ഇവിടെ നിങ്ങൾക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനിടാനുള്ള ഒരു ഏരിയയാണിത്. മുകളിൽ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ എല്ലാവരും ഉപയോഗിക്കും. ഇവിടെ തന്നെ ഉണക്കാനൊക്കെ ഇടാം.